ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. എന്നത്തെയും പോലെ തന്നെ രാവിലെ മുതൽ ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധാരണ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. സ്പെഷ്യൽ ഇല്ല എന്നല്ല കേട്ടോ, ഫുഡൊക്കെ ഒന്ന് നല്ല സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അതെന്താണ് ഇന്നത്തെ ഫുഡ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ. എന്നാലും കുറച്ചൊരു സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള, എന്നാൽ വലിയ സ്പെഷ്യലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ദിവസമൊക്കെയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മക്കളെ മദ്രസ പറഞ്ഞയച്ചിട്ട് ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ഇക്കാക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. നമ്മൾ മഴക്കാലമായാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ചൂടുവെള്ളം വേണം കുളിക്കാൻ. പിന്നെ ഇക്ക പറയുന്നത് പറഞ്ഞാൽ ഇഷ്ടം പോലെ വിറകുണ്ടല്ലോ, അപ്പോൾ പിന്നെ കത്തിച്ച് അങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ എന്നാണ് കേട്ടോ. എനിക്കായാലും മക്കൾക്കായാലും എല്ലാവർക്കും മഴക്കാലം അങ്ങോട്ട് വന്നാൽ പിന്നെ എന്താ പറയുക, ചൂടുവെള്ളം വേണം കേട്ടോ. നല്ല മഴയും തണുപ്പൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം എന്താ പറയുക, ആ ഒരു ജൂണിലൊക്കെയാണ് ശരിക്കും ആ മഴേൻ്റെ ടൈം. പക്ഷെ ആ ഒരു മാസത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ ഇതാ ഇപ്പോഴാണ് കേട്ടോ മഴ തുടങ്ങിയിട്ടുള്ളത്. നല്ല തണുപ്പും മഴയൊക്കെ ആയിട്ട് അങ്ങനെ തകൃതമായി കാലാവസ്ഥ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നിച്ചുമോക്ക് പിന്നെ ചോറ് കൊണ്ടുപോകാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നല്ല വേവുള്ള അരിയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അതായത് ഇന്ന് ഇട്ടിട്ട് അരി ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ടൗണിൽ വരെ പോയിട്ട് വരാം കേട്ടോ, അത്രക്കും വേവുള്ള അരിയാണ്. അപ്പോൾ അത് ഓക്കുള്ളത് കണക്കാക്കി വൈകുന്നേരം വെക്കുമ്പോൾ ഞാൻ പിറ്റത്തെ ദിവസം അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വെച്ച ആ ഒരു റേഷൻ അരി ആകുമ്പോൾ നമുക്ക് അങ്ങനെ തിളപ്പിച്ച് ഊറ്റി എടുക്കാൻ പറ്റൂല. അത് പിന്നെ രാവിലെ അപ്പം വെക്കുക തന്നെ വേണം. പക്ഷേ ഈ ഒരു അരി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നല്ല എന്താ പറയുക, മണി പോലുള്ളത് ആയതുകൊണ്ട് തിളപ്പിച്ച് ഊറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഓക്കുള്ളത് ഞാൻ അങ്ങനെ തിളപ്പിച്ച് ഊറ്റി എടുക്കലാണ് കേട്ടോ കൊണ്ടുപോകാനുള്ളത്. പിന്നെ ഇക്കാക്കുള്ള വെള്ളം തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടായിരുന്നു കേട്ടോ തീ കത്തിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചായ അങ്ങോട്ട് ഇറക്കി വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ അതിൻ്റെ ഇടയിൽ അങ്ങനെ കുടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും പിന്നെ തലേ ദിവസത്തെ ഇറച്ചിക്കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചപ്പാത്തി മതിയെന്ന് ഇന്നലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് കറിയുള്ളപ്പോൾ ബീഫ് കറിയും ചപ്പാത്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി തന്നെ ഇന്ന് ഞാൻ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എനിക്കും എളുപ്പമായി. മറ്റേത് ഇങ്ങനെ ഉരുട്ടി ഇരിക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കലും. അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. നല്ല പത്തിരിക്കുള്ള പോലെ വാട്ടൂല, നല്ല തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ പാകത്തിനുള്ളത് രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ആ ഒരു മാവിൽ തടവിയിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കും. അങ്ങനെ നമ്മളെ മാവ് ഇവിടെ കുഴക്കൽ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എത്ര പെട്ടെന്നല്ലേ പരിപാടി കഴിയുന്നതില്ലേ. ഒന്നിങ്ങനെ കൈ വെക്കണ കാണാം, അപ്പോഴത്തേക്കും കുഴക്കലും കാണാം. പക്ഷെ അതൊന്നല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായാലും ഞാൻ മാവൊക്കെ ഫുള്ളും കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേഗതാട്ടോ ചെറിയ ബോൾസ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ പരത്തി എടുത്തിട്ടാണ് സാധാരണ ഞാൻ ചുടാൻ നിൽക്കൽ. പക്ഷെ ഇന്ന് അതിനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നിച്ചുമോക്ക് കുറച്ച് നേരത്തെ പോകേണ്ടതുകൊണ്ട് നമ്മളിവിടെ റോഡ് പണി ആയതുകൊണ്ട് റോഡ് ബ്ലോക്കും ബസ് ഇതിലെങ്ങനെ വരാണ്ടും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു 2-3 എണ്ണം അങ്ങോട്ട് പരത്തിയിട്ട് കറി പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഓക്കുള്ളത് കൊടുത്ത് പോകുന്ന ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്നിട്ട് പിന്നെ സമാധാനത്തിൽ ബാക്കിയുള്ളത് പരത്തിയിട്ട് അങ്ങനെ ചുടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിച്ചോൾ ഇത് അവിടെ മാറ്റിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. യൂണിഫോമൊക്കെ മാറ്റിയോള് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ വേഗം ഓക്കുള്ളത് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ നമ്മളെ ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടല്ല. ഇപ്പോൾ ഒരാൾ പോലും
ഒരാളാണ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നതെങ്കിലും അത് നമ്മൾ അറിയുന്നവരെ കാര്യമല്ല കേട്ടോ. നമ്മൾ ഒട്ടും അറിയാത്ത ആൾക്കാർ വീഡിയോസും ഷോർട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമ്പം അത് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം ഒരാളെ നിർബന്ധിക്കാതെ നമ്മൾ ഒരാളോടും പറയാതെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും കമൻറ്റ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ആ ഒരു കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. മടിയില്ലാതെ പിന്നീട് വീഡിയോ എടുക്കാനും അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ആ ഒരു നമുക്കുള്ള ആ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടുള്ളവർക്കൊക്കെ എല്ലാം അറിയും, പുതിയതായിട്ട് വരുന്നവരോട് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിച്ചുമോക്കുള്ള ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ ചൂടാക്കി ഓക്കുള്ള ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ നിച്ചോളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയിപ്പം ബസ് പോയിട്ട് നേരം വൈകേണ്ട ചോള ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓക്ക് ചോറിന് ഉള്ളി ഉപ്പേരി തക്കാളി ഉള്ളിയും വാട്ടി ആ ഒരു ഉപ്പേരി ആക്കൂലേ, പണ്ട് നമ്മളൊക്കെ ടിഫിന് ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് ഞാനൊക്കെ അധികം അതന്നെയാണ് കേട്ടോ കൊണ്ടുപോകലുണ്ടായത്. ആ ഒരു ഉള്ളിയും തക്കാളിയും കൂടെ വാട്ടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ആ വാട്ടി എടുക്കുന്ന ആ ഒരു ഉപ്പേരി ഉണ്ടല്ലോ, ആ ഒരു ഉപ്പേരി തന്നെയാണ് കേട്ടോ അധികവും കൊണ്ടുപോവുക. അപ്പോൾ നിച്ചുവിന് ഇന്ന് അത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം വേഗം 2 ഉള്ളിയും ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് അങ്ങനെ അതൊക്കെ വാട്ടിയിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഓളെ വിടേണ്ട ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കലും എല്ലാം കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ രാവിലെ. അപ്പം ചില ഭാഗങ്ങൾ ഉണ്ടാവില്ല, ചിലത് എടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാട്ടിയിട്ട് ഓളെ ടിഫിനൊക്കെ ആക്കിയിട്ടാണ് ഓളെ പറഞ്ഞയച്ചിട്ടുണ്ടായി. പിന്നെ ഞാനും ഇക്കാക്കും നാഫിമോനിക്കും ഒക്കെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും നാസിമോനും പിന്നെയാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. കറിയൊക്കെ ചൂടാക്കി ചപ്പാത്തിയും ബീഫ് കറിയും നല്ല രസം ഉണ്ടായിന് കേട്ടോ. അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം ബാക്കിയുള്ള പണികൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് സാധാരണ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുത്തുണ്ട് കേട്ടോ. ആ ഒരു ഇരുത്തപ്പം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇരുന്നിട്ടുണ്ട്, പിന്നെ ഒരു പണി നടക്കില്ല. അപ്പോൾ വേഗം പണികളൊക്കെ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് വേഗം പണികൾ തീർത്ത് വേഗം കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാലൊരു സമാധാനമാണല്ലോ. പക്ഷെ ഇന്ന് എൻ്റെ അത് വേഗം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, എന്നാലും പണികൾ തീരാത്ത എന്തോ ഒരു 2 മണി 2:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണികളൊക്കെ ഒന്ന് കഴിയുമ്പം ചില്ലറ ചൊറ പിടിച്ച പണികളൊക്കെ പുറത്തുണ്ടായിരുന്നു. മഴയല്ലേ, അപ്പം അതിൻ്റെതായ രീതിയിലുള്ള കുറച്ച് അവിടെ ഇവിടെ കൊത്തലും മാന്തലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോണൊന്നും എടുത്ത് പിന്നെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൂ. പിന്നെ വേഗം വന്നു അകമൊക്കെ അടിച്ച് വാരി തുടക്കൽ പാത്രം കഴുകലും അതുപോലെ അതിൻ്റെ ഇടയിൽ അലക്കാനുള്ള തുണികൾ മെഷീനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട്. കല്ലിൽ അലക്കാനുള്ളത് കല്ലിൽ നിന്ന് അലക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ തുടക്കലും പിന്നെ അങ്ങനത്തെ എല്ലാ പണികളും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് ഇന്ന് തിളപ്പിച്ചൂറ്റിയ ചോറുണ്ടായിരുന്നു കേട്ടോ. എനിക്കും നാസിമോൻക്കുള്ള ചോറുണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് വെച്ചിട്ടില്ല, അതുതന്നെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ വേഗം കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം കറീൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇറച്ചി വാങ്ങിയ കൂട്ടത്തിൽ കുറച്ച് ബോട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ബോട്ടിയും കുറച്ച് ഇറച്ചിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ രണ്ടും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വെക്കണ്ട വിചാരിച്ചിട്ട് അത് ബോട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഓറഞ്ച് പാത്രത്തിൽ അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വല്ല കല്ലും മുട്ടിയൊന്നും കയറ്റി വെച്ചിട്ടില്ലെങ്കിലേ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങോട്ട് വരുമ്പോഴേക്കും പൂച്ച അത് കാലിയാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ആ കല്ല് കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പം പരിപ്പും വെള്ളരിയും തേങ്ങ അരച്ച കറിയും ബോട്ടി വരട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പരിപ്പ് വെള്ളരി അതിലേക്ക് തക്കാളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെക്കലും വേവലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ട് എടുക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ നമ്മളെ വീട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എത്രയും വേഗം ഒരു വീടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമുക്കുള്ളത് നമ്മളെ കൊട്ടാരം തന്നെയാണ് എന്നൊക്കെ കമൻറ്റിൽ ഞാൻ കാണുന്നുണ്ട്. സത്യം തന്നെയാണ് കേട്ടോ. നമ്മളത് ഇനി ആരതാണെന്നുണ്ടെങ്കിലും ഉള്ളവരതാണെങ്കിലും ഇല്ലാത്തവരതാണെങ്കിലും നമ്മളെക്കാൾ താഴ്ന്ന ആളുകളുടെയാണേലും ഇനി മുകളിലുള്ളവരതാണ് എല്ലാവർക്കും അവരവരുടെ വീട് എന്ന് പറയുന്നത് ഒരു സ്വർഗം, ഒരു കൊട്ടാരം തന്നെയാണല്ലോ. അവിടെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി. എന്നാലും ഏതൊരാൾക്കും ഉള്ളതുപോലെ തന്നെ നല്ലൊരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം നമുക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അറിയാത്ത ആളുകളിൽ നിന്ന് പോലും നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റുള്ള വേറൊരാളുകളുടെ ഒരു പ്രാർത്ഥനകളിൽ നമുക്ക് ചെറിയൊരു ഇടം കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്
അറിയിക്കുകയാണ്. നിങ്ങളെ കമൻറ്റിലൂടെ കാണുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. അതാണ് പിന്നെ പിന്നീട് ചെയ്യുന്ന വീഡിയോസിലൂടെ ആ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ഒക്കെ ഇങ്ങനെ തന്നു പോയാൽ നിങ്ങൾക്കും അത് മനസ്സിലാവുമല്ലോ. കമൻറ്റിൽ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നത്തെ വീഡിയോസിൽ അതിനുള്ള മറുപടിയൊക്കെ തരുന്നത്. അപ്പോൾ നമ്മളെ കറിയൊക്കെ അവിടെ വറവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ബോട്ടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ബോട്ടി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയും ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. കറിവേപ്പില, അതുപോലെ ഉള്ളി വാട്ടി, അതുപോലെ തക്കാളി, പച്ചമുളക്, അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകും പൊടി, ബീഫ് മസാല, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് വെള്ളമില്ലാതെ ഇങ്ങനെ ഉണക്കി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇന്ന് സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന്. ചിലപ്പോൾ തോന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് എന്തായാലും എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാസിമോൻക്ക് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഓനക്കുള്ള ചോറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിരുന്ന് ചോറൊക്കെ വെച്ച് നിന്നിട്ടാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.